ഹലോ എവ്രിവൺ, വെൽക്കം ടു അവേമിയാസ് വേൾഡ്. അവേമിയാസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അങ്ങോട്ട് നോക്കി പറ സ്വാഗതം. അപ്പൊ അമ്മു, നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? കൊഴുക്കട്ട. കോരിക്കട്ടയല്ല, കൊഴുക്കട്ട. ഓക്കെ. അപ്പൊ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. നമുക്ക് എൻ്റെ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതെന്താണ്? ജാഗറി, ശർക്കര. ഓക്കെ. അപ്പൊ ഇതെന്താമു? ശർക്കര. നമ്മൾ ആദ്യം ശർക്കര എന്ത് ചെയ്യണം? പാനിയാക്കി എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അത് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് അമ്മ ഇടണ്ട, അമ്മ ചൂടാവും. അത് കാരണം കൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു തന്നാൽ മതി. അമ്മ പറയണ പോലെയാണ് ഞാൻ ഉണ്ടാക്കണേ. ഇൻഗ്രീഡിയൻസ് ശർക്കര. ശർക്കരയൊക്കെയാണ് നമ്മൾ ആദ്യം ഇടണേ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാനുണ്ട്. കുറച്ചധികം ഇല്ല, വളരെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അതായത് ഒരു കപ്പ് വെള്ളം ഫുള്ള് വേണം എന്നില്ല. ഈ കപ്പിൽ ഞാൻ ഹാഫ് കപ്പ് വെള്ളം ഞാൻ കണ്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ല അമ്മു? ഇത്തിരി ശർക്കര വേണമെങ്കിൽ കഴിച്ചു. അപ്പൊ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് നല്ല ഇത് ഫുള്ള് ശർക്കര പാനി ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ പാനി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു നല്ല കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ ശർക്കര പാനി റെഡിയായി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ചേച്ച് ഒഴിക്കുക, അല്ലെങ്കിൽ എങ്ങാനും വീണാലോ. നന്നായിട്ട് അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 തേങ്ങ മുഴുവൻ ചിരണ്ടിയത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അമ്മ പറഞ്ഞൊരു ടിപ്പാണ്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അത് വെള്ളം ഒഴിച്ചിട്ടല്ല, ജസ്റ്റ് പിഴിഞ്ഞെടുത്തിട്ട് ആ പാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ടില്ല വേവിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം. തീ വളരെ കുറവായിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഓക്കെ. നല്ല പൊടിച്ചു വെച്ച ഇതെന്താമോ? ജിഞ്ചർ പൗഡർ, ചുക്ക് എന്ന് പറയും. ചുക്ക്, ജീരകം, ഇത് രണ്ടും ഞങ്ങൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന്, ഒത്തിരി കൂടുതലായി കഴിഞ്ഞാലും ഭയങ്കര എന്താ പറയുക, ഒരു എരിവ് ടേസ്റ്റ് വന്നാലും നമുക്കത് അത്ര രസം ഉണ്ടാവില്ല. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഒരു 1/2 to 1/4 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ. ഇത്ര ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി ഇതുപോലെ ഇതുപോലെ നന്നായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തിളപ്പിക്കല്ല, എന്ത് ചെയ്യണം? ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരട്ടെ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. ലൈറ്റായിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഈ ഉപ്പിട്ടും അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഊസായിൽ നിന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ തിക്കായി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് വെക്കുക. ഇതിപ്പോൾ നമ്മൾ നൈറ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി നാളെ ഏർലി മോർണിംഗിൽ അമ്മയ്ക്ക് ഇത് നന്നായി കൂളായി വരുമ്പോൾ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് തിക്കാവട്ടെ. അപ്പോൾ നമുക്കിനി കൊഴുക്കട്ട ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ഒരു 1/2 കിലോയുടെ ഇടിയപ്പപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു 10-30 എണ്ണം വേണം. ആദ്യം നമുക്ക് കുറച്ച് കുഴച്ച് നോക്കി ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ വിളയിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത് തേങ്ങ വിളയിക്കുന്നതിന് മുമ്പ് കുറച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കുമ്പോൾ കുറച്ച് കിട്ടുന്ന പാലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂടിയിട്ടുള്ളതാണ് ഇത്. പിന്നെ ചൂടുവെള്ളവും ഉപ്പിട്ടിട്ടുള്ള ചൂടുവെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടി ആദ്യം ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട്
അപ്പോൾ അതേ നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എല്ലാത്തിനും ഒരു മീഡിയം സൈസ് പോലെ ഇങ്ങനെ ആദ്യം കുഴയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതിലൊന്നിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ എടുത്ത് ഒത്തിരിയല്ല, ഇത്രയും. ഓക്കെ, ഇത്ര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് അമ്മ പറയാറ്. ഇനി ഇത് നല്ല രീതിയിൽ, അതായത് നല്ല കനം കുറഞ്ഞുള്ള രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ നോക്കിയേ, ഫസ്റ്റത്തെ ഉണ്ടാക്കി ഇവിടെ വച്ചു. ഇനി ബാക്കിയത്തെ ഞാൻ അതുപോലെ ഓരോന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു 10-13 ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും എനിക്ക് അത്രയും തന്നെ വീണ്ടും ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമുക്ക് ജസ്റ്റ് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പം അങ്ങോട്ട് പോവാം. ഓൺ ചെയ്തു. ഞാൻ ഇത് ഓരോന്നായിട്ടിങ്ങനെ വെക്കട്ടെ. പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. വാവ്, അടിപൊളിയായിട്ട് പൊട്ടാതെ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു കാസ്ട്രോളിലേക്ക് ആക്കിയിട്ട് അടുത്ത ട്രിപ്പ് ഞാൻ അവിടെ ഓൾറെഡി ഇതേ കണ്ടോ, അടുത്ത ട്രിപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ബിൻസി സതീഷ് സൈനിങ് ഓഫ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു അവിമിയാസ് വേൾഡ്. മറ്റേ സ്ഥലത്തില് നമ്മള് വെജിറ്റബിൾസ്, നമ്മള് പ്ലാന്റ്സ് ഇല്ലേ, അത് നമ്മള്